ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 15 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രാവിലെ റെഡിയായി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഈ ഇൻട്രോ എടുത്തത്. പക്ഷേ ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഭയങ്കര സൗണ്ടായിരുന്നു. നമ്മുടെ ടോമി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേരം അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ എഡിറ്റ് ചെയ്യാൻ നേരമാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സർപ്രൈസ് ഒക്കെ കിട്ടി. ചേച്ചിയുടെയും ചേട്ടൻ്റെയും വക അവരൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് സർപ്രൈസായിട്ട് രാവിലെ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ട് നിന്നപ്പോഴായിരുന്നു. അങ്ങനെ പിന്നെ കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോയത്. മീനൂട്ടി ആണെങ്കിൽ അമ്മ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ വാ തുറക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി പറയാൻ. പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, പെട്ടെന്ന് ഈ ഒരു കേക്കിൻ്റെ കാര്യം എൻ്റെ മൈൻഡിലോട്ട് പോകുന്നതേ ഇല്ല. അങ്ങനെ എന്തായാലും ഞാൻ നന്നായിട്ട് സർപ്രൈസായി. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഫസ്റ്റ് സർപ്രൈസ് എന്നല്ല, അത് കിട്ടിയ സർപ്രൈസ് അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഒരു പരിപാടിയും വേണ്ട എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് 4ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ല, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുകൂടെ പോയി ഒന്ന് ഡ്രസ്സ് എടുത്തായിരുന്നു, അതേ ഉള്ളൂ. അല്ലാണ്ട് പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം പെട്ടെന്ന് രാവിലെ സർപ്രൈസായിട്ട് ഒരു കേക്ക് കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല എന്നുള്ള പ്ലാനിലായിരുന്നു ഇരുന്നത്. പിന്നെ കിട്ടിയപ്പോൾ സന്തോഷമായി. പിന്നെ എല്ലാവരും കൂടെ വന്ന് നിന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. മീനൂട്ടിയും കുഞ്ഞായിയൊക്കെ വെയിറ്റിങ്ങിലായിരുന്നു. ഞാൻ റെഡിയായി ഇറങ്ങി വരുന്നിടം വരെ. അവർ മിണ്ടല്ലേ പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തിയ പാട് അവർക്കറിയാം. അപ്പോൾ ദേ നമ്മളിങ്ങനെ കേക്ക് മുറിക്കുകയാണ്. താങ്ക് യു. അങ്ങനെ ആദ്യം കേക്ക് മുറിച്ച് ഫസ്റ്റ് നമ്മൾ കുഞ്ഞായിക്കാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് മീനൂട്ടിക്ക് കൊടുത്തു. പിന്നെ ഞാനും വിനുവേട്ടനും കഴിച്ചില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഞാനും വിനുവേട്ടനും. കാരണം എന്തായാലും കേക്കിൽ മുട്ട ചേർന്നിട്ടുണ്ട്, അത് നമുക്കറിയാം. പിന്നെ അമ്പലത്തിൽ പോകാൻ നിൽക്കുമ്പോൾ നമ്മളത് കഴിച്ചുകൊണ്ട് പോകണ്ടാലോ എന്നുള്ളൊരു ഇതിൽ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കട്ട് ചെയ്യാനായിട്ടുള്ള എന്താ പറയുന്നത് ആ ഒരു ടൈം ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പിന്നെ ചേച്ചിക്ക് ഷോപ്പിൽ പോകണം, മെഡിക്കൽ സ്റ്റോറിൽ പോകണം. അപ്പോൾ പിന്നെ ഉണ്ണിച്ചേട്ടനുണ്ടായിരുന്നു, അപ്പോൾ ഉണ്ണിച്ചേട്ടന് തിരിച്ചു പോകണം. അങ്ങനെ അതുകൊണ്ട് പിന്നെ രാവിലെ പെട്ടെന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു സമയം ഒരു 8:30 8:45 ആ ഒരു ടൈം ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കരുതി പിന്നെ കട്ട് ചെയ്ത് അവർക്കെല്ലാം കൊടുത്തിട്ട് നമുക്ക് പിന്നെ വന്നിട്ടായാലും കഴിക്കാമല്ലോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വായിലോട്ട് വെക്കുന്ന ഇങ്ങനെ കാണിച്ചിട്ടേ ഉള്ളൂ, കഴിച്ചില്ല. വന്നിട്ടാണ് പിന്നെ കഴിച്ചത്. അപ്പോൾ ദേ പിന്നെ എല്ലാവരും കേക്ക് കട്ടിങ് കഴിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുഞ്ഞായിക്ക് കൊടുത്തു, ശില്പേച്ചിക്ക്, അനീഷാന്, പിന്നെ ഉണ്ണിച്ചാന്, ഇത്രയും പേരെ ഉള്ളായിരുന്നു. അച്ചാച്ചൻ രാവിലെ പോയായിരുന്നു, ഷോപ്പ് തുറക്കണമല്ലോ. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ രാവിലെ പോയി. ഞങ്ങൾ ഇത്രയും പേരെ ഉള്ളായിരുന്നു. ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ കരിമുട്ട അമ്പലത്തിലോട്ട് പോയി രാവിലെ. അപ്പം അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് വിനുവേട്ടനൊരു കോളൊക്കെ വന്നു. അപ്പോൾ കോളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ മീനോട്ട് ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ നടക്കുക. അന്ന് 1-ാം തീയതിയും കൂടെ ആയതുകൊണ്ട് കുറച്ചൊക്കെ നോർമൽ ഇത്രയും തിരക്ക് ഈ ഒരു ടൈമിൽ കാണത്തില്ല, 9 മണിയൊക്കെ ആകുമ്പം. പക്ഷെ അന്ന് ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിനുവേട്ടനിക്ക് ചന്ദനം ഇട്ട് തന്നു. പിന്നെ ഞാനങ്ങനെ സിന്ദൂരം ഇടാറില്ല. അപ്പം അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ വിനുവേട്ടന് കുങ്കുമം എടുത്ത് നെറ്റിക്ക് തൊട്ട് തരും. അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്തതല്ല, നോർമലി അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് പോയി. നമ്മുടെ ചെറുമണ്ണിൽ അമ്പലത്തിൽ അവിടെ ദേ ഇങ്ങനെ കൃഷ്ണൻ്റെ ഒരിത് ചെയ്തു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ മുട്ടയിൽ നിൽക്കുന്നത്. പിള്ളേരൊക്കെ വന്ന് ഇതേ തൊടുകയും അതിൻ്റെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ട്. പക്ഷേ മീനൂട്ടിയുടെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറഞ്ഞിട്ട് ആൾ നിന്നില്ല. ദൂരെ നിന്ന് കണ്ട് ദൂരെ നിന്ന് തന്നെ കൃഷ്ണനെ തൊട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആൾ തൊട്ടില്ല, തൊഴുതേത് നിന്നിട്ട്. അപ്പം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു മീനുട്ടിക്ക്. തൊട്ട് വന്ന് തൊട്ട് നോക്ക് തൊട്ട് നോക്ക്. നോ ഗുഡ്. ഇത് സിലോപ്പ്.
അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മളെല്ലാം കുറച്ച് നേരം ഇങ്ങനെ ഫോണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആനിവേഴ്സറി വിഷും കാര്യങ്ങളും. പിന്നെ അതുപോലെ എല്ലാവർക്കും വിഷ് ചെയ്തവർക്കൊക്കെ റിപ്ലൈയും കാര്യമൊക്കെ കൊടുത്ത് അങ്ങനെ സമയമൊക്കെ പോയി. പിന്നെ കുറച്ച് നേരം ഉച്ചയ്ക്ക് കിടന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ വിചാരിച്ച് ഒന്ന് റോഡിൽ പോയി പുറത്ത് പോകാം, എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങി. അങ്ങനെ നമ്മൾ വന്നത് ആര്യാസിലാണ്. എനിക്ക് വെജ് മാത്രമേ ഇപ്പോൾ കഴിക്കാനൊക്കത്തുള്ളൂ, ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആര്യാസിലാണ് വന്നേ. അവിടെ വന്ന് മസാല ദോശയോ അങ്ങനെ എന്തെങ്കിലും നെയ്റോസ്റ്റോ കഴിക്കാമെന്ന് കരുതി. പിടിക്കരുത്, ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം എപ്പോഴും കേട്ടോ. എങ്ങനെ ഇങ്ങനെ നല്ല കൈ ഇങ്ങനെ വയ്ക്കും, കൈ മുട്ടരുത്, ഇങ്ങനെ എന്നിട്ട് നമ്മൾ എപ്പോഴും നല്ല ഇങ്ങനെ എപ്പോഴും ചിരിക്കരുത്. നല്ല ഇങ്ങനെ അച്ചായ നോക്കും, അച്ചായ നല്ല അച്ചായ നോക്കും. ഇരിക്കരുത്. ബട്ടൂര ബേബി ഇല്ലേ തള്ളക്ക് കുറെ കാലമായിട്ട് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ മസാല ദോശ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അവിടെ ചെന്ന് ഞാൻ അവിടെ ബട്ടൂര ഉണ്ടായിരുന്നു. ഒരുപാട് നാളായിട്ട് ഞാൻ നോക്കി നടക്കുന്നൊരു സാധനമായിരുന്നു. മിക്കവാറും കയറുമ്പോൾ ഒന്നും കിട്ടത്തില്ലായിരുന്നു, അങ്ങനെ പിന്നെ പോവാറേ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ചെന്നപ്പം ബട്ടൂര ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മസാല ദോശയിൽ നിന്ന് മാറി ബട്ടൂരയിലോട്ടായി. അങ്ങനെ ബട്ടൂരയാണ് കഴിച്ചത്. ഞാനും മിനുട്ടി അത് കഴിച്ചു. മിനുവായിട്ട് നെയ് റോസ്റ്റും വാങ്ങി, നെയ് റോസ്റ്റും കഴിച്ചു. ഇറക്കുന്നില്ല. കളിക്ക് കളിക്ക് തെങ്ക കളി. ഇങ്ങോട്ട് നോക്ക്. കളി കളി ഉടുപ്പ് അത് സാരമില്ല. അങ്ങനെ മസാല ദോശ കഴിച്ചിറങ്ങിയപ്പം ജ്യൂസ് കുടിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ നേരെ ഡേസി കൂപ്പയിൽ പോന്നു. അവിടെ ഈ ജ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടോട്ട് പോന്നു. ഇവിടെ വന്നിട്ട് ഒരു ന്യൂട്ടെല്ല ഷേക്ക് പറഞ്ഞു, പിന്നെ ഒരു അവോക്കാഡോ ഷേക്കും പറഞ്ഞു. എന്നിട്ട് മീനൂട്ടിയാണ് കുടിച്ചത് ആള്. അപ്പം കൊണ്ടുവന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട്. ആളിങ്ങനെ ടിഷ്യൂ ഒക്കെ കൊണ്ട് ഭയങ്കര ഡീസൻ്റൊക്കെ ആയിട്ട് കുറച്ച് കുടിക്കുക, വാ തുടയ്ക്കുക, അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. മീനുട്ടിയുടെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഭയങ്കര ഡീസൻ്റ് ആയിട്ടിരുന്ന് കുടിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും മീനുട്ടിയും കുടിച്ചു, ഞങ്ങളെല്ലാവരും അങ്ങനെ ഷെയർ ചെയ്ത് കുടിച്ച്. അപ്പം ഇത് ഇത്രയായിരുന്നു നമ്മുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ പരിപാടികളെന്ന് പറയുന്നത്. അപ്പം ജ്യൂസ് കൂടിയോടുകൂടി നമ്മളങ്ങനെ വൈൻഡപ്പ് ചെയ്തു നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രോഗ്രാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇതെന്ന് പറയുന്നത് നമ്മൾ ജൂൺ 14-ാം തീയതി, അതായത് 15-ാം തീയതി വെഡ്ഡിങ് ആനിവേഴ്സറി. ഇപ്പോൾ 14-ാം തീയതി വൈകിട്ട് വിനുവേട്ടൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം ഞാനും വിനുവേട്ടനും കൂടി ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയിട്ട്, എനിക്കൊരു ടോപ്പും വിനുവേട്ടനും ഒരു ടീഷർട്ടും എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ട്രെൻഡ്സിൽ പോയി. അല്ലാണ്ട് പ്രത്യേകിച്ച് ആനിവേഴ്സറിക്ക് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ അവിടെ പോയി ഇങ്ങനെ ഓരോ ടോപ്പ് കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നേ, പക്ഷേ എനിക്കിഷ്ടപ്പെടുന്ന ഒന്നും സൈസ് കാണത്തില്ല, എല്ലാം സ്മോൾ ആയിരിക്കും ഇരിക്കുന്നത്. എനിക്ക് ലാർജ് വേണം. അപ്പോൾ അങ്ങനെ പാവം വിനുവേട്ടൻ കുത്തിയിരുന്ന് കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ അതിൽ നിന്നൊക്കെ എടുത്ത് ഉണ്ടോ എന്നൊക്കെ നോക്കി എല്ലാം എടുത്ത് തന്നു. അങ്ങനെ നമ്മൾ ഒരു ടോപ്പ് എടുത്ത് 3-4 എണ്ണം എടുത്തിട്ട് പോയിട്ടാണ് ട്രയൽ ചെയ്തത്. എന്നിട്ട് അതിൽ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, അതൊരെണ്ണം എടുത്തു. അങ്ങനെ തപ്പി അവസാനം ഒരു ടോപ്പ് എടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് വിനുവേട്ടന് ദേ ഒരു ടീഷർട്ട് നോക്കി പോയിട്ട് ദേ ഈ ഒരു ടീഷർട്ട് ഇഷ്ടപ്പെട്ടു, അതും എടുത്തു. അപ്പം ഇതായിരുന്നു എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വിനുവേട്ടൻ്റെ വക കിട്ടിയ ഗിഫ്റ്റ്. ഞാൻ തിരിച്ചു കൊടുത്ത ഗിഫ്റ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.